പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു മുൻവർഷത്തെ ചോദ്യപേപ്പർ ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 5ാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യ ചോദ്യം, ദ്രാവിഡ ഗോത്രം കുറിപ്പെഴുതുക. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം മുതലായ ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രത്തിനെയാണ് ദ്രാവിഡ ഗോത്രം എന്ന് പറയുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, തുളു, കൂർഗ്, തോദ, ഖോദ, ഗോണ്ടി, മൽത്തോ, കുർക്ക്, കുയി, കോലാമി, നൈക്കി, ബ്രാഹുയി തുടങ്ങിയ ഭാഷകളാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ. ഇവയിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവയ്ക്കുണ്ടായിട്ടുള്ള സാഹിത്യപരമായ അഭിവൃദ്ധി മറ്റുള്ള ഭാഷകൾക്ക് ഉണ്ടായിട്ടില്ല. സ്വന്തമായി ലിപി സമ്പ്രദായവും വിവിധ ശാഖകളിൽ ഗ്രന്ഥ സമ്പത്തുമുള്ള ഭാഷകളെ പുഷ്ടഭാഷകളെന്നാണ് വിളിക്കുന്നത്, അല്ലാത്തവയെ അപുഷ്ടങ്ങളെന്നും. ദ്രാവിഡ ഗോത്രത്തിലെ മലയാളം, തമിഴ്, കന്നഡ എന്നിവയ്ക്ക് പുറമെ കൂർഗ്, തുളു എന്നിവയെ കൂടി പുഷ്ടം എന്ന വിഭാഗത്തിലാണ് കാഡ്വൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് ഡോക്ടർ റോബർട്ട് കാഡ്വൽ ആണ്. അദ്ദേഹത്തിൻ്റെ എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ ഡ്രവിഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ലാംഗ്വേജസ് എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതിനു മുമ്പ് ഈ ഗോത്രത്തെ തുമലിയൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഏകദേശം 73 ഭാഷകൾ ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ കുടുംബത്തിലെ ചില ഭാഷകൾ തമ്മിൽ കൂടുതൽ അടുപ്പവും മറ്റു ചില ഭാഷകൾ തമ്മിൽ അകൽച്ചയും കാണാറുണ്ട്. തമിഴും മലയാളവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു തമിഴൻ പറയുന്നത് ഒരു മലയാളിക്കും ഒരു മലയാളി പറയുന്നത് ഒരു തമിഴനും വലിയ പ്രയാസം കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കും. കർണാടകത്തിന് തെലുങ്കിനോടുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം തമിഴിനോടാണ് ഉള്ളത്. ദ്രാവിഡ ഭാഷകളിൽ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷ തമിഴാണ്. തമിഴിലെ സംഭാഷണ ഭാഷ അതായത് സംസാര ഭാഷ കൊടുന്തമിഴെന്നും ഗ്രന്ഥഭാഷ അഥവാ സാഹിത്യഭാഷയെ ചെന്തമിഴെന്നും പറയുന്നു. തമിഴിന് 5 പ്രധാന ദേശീയഭേദങ്ങൾ ഉണ്ട്. തെലുങ്ക് പുലിക്കാട് മുതൽ ചിക്കാഗോൾ വരെയുള്ള കിഴക്കൻ സമുദ്ര തീരപ്രദേശങ്ങളിലും മഹാരാഷ്ട്ര, മൈസൂർ എന്നിവയുടെ കിഴക്കൻ അതിരോളം ബെല്ലാറയിലും വടക്ക് കിഴക്കൻ സീമയും അനന്തപൂരിൻ്റെ കിഴക്ക് വശത്തുള്ള ഭൂരിഭാഗവും നാഗ്പൂരിലും ഗോണ്ടി വനത്തിലുള്ള ഏതാനും പ്രദേശങ്ങളിലുമാണ് തെലുങ്ക് ഭാഷയായി വ്യവഹരിക്കുന്നത്. തെലുങ്ക് ഭാഷ എല്ലായിടത്തും ഐക്യരൂപം വഹിക്കുന്നില്ല. തെലുങ്കിൽ വരമൊഴി വായ്മൊഴിയിൽ നിന്നും പ്രത്യക്ഷത്തിൽ അകന്നതായി തോന്നിക്കുന്നു. ജാന തെലുഗു എന്ന ശുദ്ധമായ തെലുങ്ക് ഭാഷയിൽ ചില പ്രാചീന ഗാനങ്ങളല്ലാതെ സാഹിത്യത്തിൽ പ്രതിഷ്ഠ പ്രാപിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. കന്നഡ മൈസൂരിലെയും കോയമ്പത്തൂർ, സേലം, അനന്തപൂർ, ബല്ലാരി എന്നീ ജില്ലകളിലെ പ്രാന്തപ്രദേശങ്ങളുടെയും മുഖ്യമായ വ്യവഹാര ഭാഷയാണ് കന്നഡ. കന്നഡ ഭാഷയിൽ വ്യത്യസ്തങ്ങളായ 3 ദശകളുണ്ട്. അവയിൽ ആദ്യത്തേത് പ്രാചീന കന്നഡയാണ്. രണ്ടാമത്തേത് 13ാം ശതകത്തിൻ്റെ അവസാനം മുതൽ 15ാം ശതകത്തിൻ്റെ പ്രാരംഭം വരെയുള്ള മധ്യദശയാണ്. മൂന്നാമത്തേത് ആധുനിക കന്നഡയാണ്. 18ാം ശതകത്തിന് ഇപ്പുറമുള്ള ഭാഷയാണത്. മലയാളം മലയാണ്മ എന്നീ പേരുകളാണ് മലയാളത്തെ കുറിക്കുന്ന പദങ്ങളായി ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. 14ാം ശതകത്തിൽ രചിച്ച ലീലാതിലകത്തിൽ മലയാളത്തെ കുറിക്കുന്നതിന് ഭാഷ, തമിഴ്, കേരള ഭാഷ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരത്തിന് 65 കിലോമീറ്റർ ദൂരത്തുള്ള തക്കല വരെയാണ് മുഖ്യമായും മലയാള ഭാഷ സംസാരിക്കുന്നത്. ലക്ഷദ്വീപിലെ നാടോടി ഭാഷ മലയാളമാണ്. കോഴിക്കോട്, കണ്ണൂർ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് വളരെ കാലം മുൻപ് കുടിയേറിപ്പാർത്ത ജനങ്ങളുടെ വ്യവഹാര ഭാഷയാണ് ലക്ഷദ്വീപിൽ പ്രചാരത്തിലുള്ളത്. തുളുനാട്ടിലെ ഔദ്യോഗിക ഭാഷ കന്നഡയാണ്. തുളുവിന് സ്വന്തമായി ലിപിയില്ല. തുളു ഭാഷയ്ക്ക് സാമുദായികവും ദേശീയവുമായ അടിസ്ഥാനങ്ങളിൽ പല ഭേദങ്ങളും വന്നുകൂടിയിട്ടുണ്ട്.
തുളുവിൻ്റെ ഭാഷാപരമായ അതിർത്തികൾ വടക്കും കിഴക്കും കർണാടകവും തെക്ക് മലയാളവുമാണ്. കൂർഗ് മലബാറിലെ വയനാടിനും മൈസൂരിലെ മഞ്ച്രാബാദ് മലകൾക്കും ഇടക്ക് പശ്ചിമ പർവ്വതനിരകളുടെ ഉപരിതലത്തിൽ വടക്ക് ഹേമാവതി നദി മുതൽ തെക്ക് ബ്രഹ്മഗിരി വരെയും പടിഞ്ഞാറ് തെക്കൻ കാനറയും മലബാർ മുതൽ കിഴക്കൻ മൈസൂർ വരെയുമുള്ള പ്രദേശങ്ങളിലെ വ്യവഹാര ഭാഷയാണ് കൂർഗ്. കൂർഗിലെ ഭാഷാപരമായ അതിരുകൾ തെക്കും പടിഞ്ഞാറും മലയാളവും വടക്ക് തുളുവും കന്നഡയും കിഴക്ക് കന്നഡയുമാണ്. കന്നഡയുടെ അസംസ്കൃതമായൊരു ഭാഷ തുളുവിൻ്റെ സമാവേശത്താൽ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത് എന്ന നിലയിലല്ലാതെ ഒരു പ്രത്യേക ഭാഷയായി കൂർഗിനെ പൊതുവെ പരിഗണിച്ചിരുന്നില്ല. കാഡ്വലാണ് കൂർഗിനെ സ്വതന്ത്ര ഭാഷയായി കരുതിയത്. നീലഗിരിയിൽ താമസിച്ചു വരുന്ന തോതന്മാരുടെ ഭാഷയാണ് തോത അല്ലെങ്കിൽ തുത. നീലഗിരിയിൽ താമസിക്കുന്ന ചെറുവർഗക്കാരായ കോതകളുടെ ഭാഷയാണ് കോത. ഇത് കന്നഡ ഭാഷയുടെ അതിപ്രാചീനമായ വകഭേദമാണെന്ന് ഡോക്ടർ കാഡ്വൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗോണ്ടി ഗോണ്ടന്മാരുടെ മുഖ്യ വ്യവഹാര ഭാഷയാണ് ഗോണ്ടി. രാജ്മഹൽ പർവ്വതനിരകളിൽ താമസിച്ചു വരുന്ന മലർ എന്ന വർഗക്കാരുടെ വ്യവഹാര ഭാഷയാണ് മാൾട്ടോ. ഈ ഭാഷയ്ക്ക് രാജ്മഹാലി എന്നൊരു പേരുകൂടിയുണ്ട്. ബംഗാൾ പ്രസിഡൻസിയുടെ പശ്ചിമ ഭാഗത്തിലും അതിനോടടുത്ത് കിടക്കുന്ന മധ്യ സംസ്ഥാന പ്രദേശങ്ങളിലും വ്യവഹരിക്കപ്പെടുന്ന ഭാഷയാണ് കുറുക്ക്. ഈ ഭാഷയ്ക്ക് ധങ്കരി, കിസാൻ എന്നിങ്ങനെ പല പേരുകളും ഉണ്ട്. ഒഡിയ ഭാഷയോട് കൂടുതൽ അടുപ്പമുള്ള ഭാഷയാണ് കുയി. ബീഹാറിലും മധ്യ സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ പ്രചാരത്തിലിരിക്കുന്നവയും ഗോണ്ടിയെപ്പോലെ കന്നഡ തമിഴുകളുടെയും തെലുങ്കിൻ്റെയും സംയോജക ശൃംഖലാരൂപത്താൽ വർത്തിക്കുന്നതുമായ കൊലൈമിനൈക്കി, ബീലി തുടങ്ങിയ ഭാഷകളാണ് കൊലൈമിനൈക്കി ശാഖയിൽ ഉൾപ്പെടുന്നത്. ബ്രാഹുയി എന്ന ഭാഷയ്ക്ക് കുറുക്കിനോടും മാൾട്ടോവിനോടുമാണ് അടുത്ത ബന്ധം. ഈ ചോദ്യം ഒരു ഉപന്യാസ ചോദ്യമായി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണ് ഇത് വിശദമായി പ്രതിപാദിച്ചത്. സൂചകം, സൂചിതം. അർത്ഥവിജ്ഞാനത്തിലെ പ്രധാനപ്പെട്ട സങ്കല്പമാണ് സൂചകം, സൂചിതം എന്നിവ. പദങ്ങളുടെ സൂചിതാർത്ഥം, നിയതാർത്ഥം എന്നിവ വിവേചിച്ച് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണം, രാവണൻ ദശമുഖനാണ് എന്ന വാക്യത്തിൽ രാവണൻ, ദശമുഖൻ എന്നീ പദങ്ങളുടെ സൂചിതാർത്ഥം ഒന്നാണെങ്കിലും നിയതാർത്ഥം വ്യത്യസ്തമാണ്. ഭാഷാശാസ്ത്രകാരനായ ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ ഭാഷാശാസ്ത്രത്തിന് സംഭാവന ചെയ്ത 4 സങ്കല്പങ്ങളിൽ ഒന്നാണ് സൂചകം, സൂചിതം എന്നിവ. വിചാരത്തെയോ വികാരത്തെയോ വസ്തുവിനെയോ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പവും അതിനെ സൂചിപ്പിക്കുന്ന ശബ്ദബിംബവും ചേർന്നതാണ് ചിഹ്നം അല്ലെങ്കിൽ സൈൻ. ഭാഷ എന്നത് ചിഹ്നങ്ങളാൽ നിർമ്മിതമാണെന്നും ഓരോ ചിഹ്നവും സൂചകവും സൂചിതവും ചേർന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ശബ്ദബിംബമാണ് സൂചകം. സൂചകം എന്ന് പറഞ്ഞാൽ ശബ്ദബിംബമാണ്. അതായത് തെങ്ങ് എന്ന് ഒരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദരൂപമാണ് സൂചകം എന്നത്. അത് അയാളിലുണ്ടാക്കുന്ന ആശയമാണ് സൂചിതം എന്നത്. മറ്റൊരു ഉദാഹരണം, മേശ എന്ന ചിഹ്നത്തിൽ മേശ എന്ന ശബ്ദം സൂചകവും അത് സൂചിപ്പിക്കുന്ന ആശയം സൂചിതവുമാണ്. ശബ്ദബിംബമാണ് സൂചകം അല്ലെങ്കിൽ സിഗ്നിഫയർ. സൂചിതം എന്നത് ആ ശബ്ദബിംബം ലക്ഷ്യം വെക്കുന്ന മാനസിക ആശയമാണ്. ഒരു ഭാഷാ സമൂഹത്തിലെ വ്യക്തികൾക്കുണ്ടാകുന്ന അർത്ഥബോധമാണ് സൂചിതം. മറ്റു വാക്കുകളുമായുള്ള വ്യത്യാസത്തിലാണ് ഒരു വാക്കിന് അർത്ഥം ലഭിക്കുന്നത് എന്ന് സിദ്ധാന്തിച്ചതാണ് സൊസ്യൂർ ഭാഷാ പണ്ഡിറ്റ് നൽകിയ ഏറ്റവും വലിയ സംഭാവന. ഉദാഹരണമായി, വള എന്ന വാക്കും ആ സൂചിപ്പിക്കുന്ന വള എന്ന വസ്തുവും തമ്മിൽ അവിഭാജ്യ ബന്ധമില്ല. ശബ്ദതലത്തിൽ തള, തല തുടങ്ങിയ വാക്കുകളിൽ നിന്ന് അർത്ഥതലത്തിൽ മാല, മുക്കുത്തി, മോതിരം തുടങ്ങിയ വാക്കുകളിൽ നിന്നുമുള്ള വ്യത്യാസത്തിൽ നിന്നാണ്
വള എന്ന ചിഹ്നത്തിന് അർത്ഥം കിട്ടുന്നത്. അടുത്ത ചോദ്യം, സ്പീറിൻ്റെ 3 ഉപാധികൾ വിവരിക്കുക. അമേരിക്കൻ ഭാഷാ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് സ്പീർ. അമേരിക്കൻ വിവരണാത്മക ഭാഷാശാസ്ത്രത്തിൽ വൻ വിസ്ഫോടനം സൃഷ്ടിച്ചവയായിരുന്നു സ്പീറിൻ്റെ ആദിവാസി ഭാഷാ പഠനങ്ങൾ. ഭാഷയെയും സംസ്കാരത്തെയും ഒന്നിച്ചല്ലാതെ വേർതിരിച്ച് പഠിക്കാനാവില്ല. ഭാഷ എന്ന സംവേദന മാധ്യമമില്ലാതെ ഒരു ജനതയും എങ്ങുമെത്തില്ല. അതിനാൽ ഭാഷ സർവലൗകികമായ മാനവ സമ്പത്താണ്. അപരിഷ്കൃതമെന്നോ പ്രാകൃതമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഷയും ഇല്ല തന്നെ. ഇതായിരുന്നു സ്പീറിൻ്റെ കാഴ്ചപ്പാട്. ഭാഷാ അപഗ്രഥനത്തിനും വർഗീകരണത്തിനും സഹായകമായ 3 ഉപാധികൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മൗലികമായ സംഭാവനകളാണ്. സങ്കല്പന ധർമ്മം, രൂപപ്രക്രിയ സ്വഭാവം, സംശ്ലേഷണ സമ്പ്രദായം എന്നിവയാണവ. ഒന്നാമത്തേത് സങ്കല്പന ധർമ്മം. ദ്രവ്യക്രിയാഗുണങ്ങൾ, ലിംഗ വചന പുരുഷാദികൾ എന്നിവയെ കുറിക്കുന്ന രൂപസിദ്ധി രൂപനിഷ്പാദന പ്രത്യയങ്ങൾ, ആഖ്യ ആഖ്യാതം പദക്രമം. രണ്ടാമത്തേത് രൂപപ്രക്രിയ സ്വഭാവം. രൂപനിഷ്പാദന രൂപസിദ്ധി പ്രത്യയങ്ങൾ ഉപയോഗിക്കാത്ത പ്രാകൃത കശ്യാഭാഷകൾ, പ്രത്യയ ചേർച്ച, സുതാര്യമായ സംശ്ലിഷ്ട കശ്യാഭാഷകൾ, സ്വരവ്യഞ്ജനങ്ങൾ, ദൈർഘ്യം മുതലായവക്ക് പലതരം മാറ്റം വരുന്ന സംഗ്രഥിത കശ്യാഭാഷകൾ. മൂന്നാമത്തേത് സംശ്ലേഷണ സമ്പ്രദായമാണ്. അപഗ്രഥനാത്മക സ്വഭാവമുള്ള ഭാഷകൾ, ചൈനീസ്. ബദ്ധരൂപ ബഹുലമായ ഭാഷകൾ, മലയാളം. ബദ്ധരൂപിമങ്ങൾ അണിനിരക്കുന്ന സംഘടിത കശ്യാഭാഷകൾ. മനുഷ്യൻ്റെ ചിന്തയെ ഭാഷ ഏറെ സ്വാധീനിക്കുന്നു എന്ന സ്പീറിയൻ ആശയത്തിൻ്റെ വികാസമാണ് സ്പീർ വോൾഫ് പരികൽപ്പനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വോൾഫ് രൂപപ്പെടുത്തിയത്. ഭാഷാഭേദ ഭൂപടം തയ്യാറാക്കുന്നതെങ്ങനെ? ഉപഭാഷാ പഠനം പൂർവഭാഷാ രൂപീകരണത്തിനും ഭാഷാചരിത്ര പരിണാമ പഠനത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഒരു പ്രത്യേക ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാനും ഉപഭാഷകൾ തെളിവ് നൽകുന്നുണ്ട്. ഉപഭാഷാ പഠനത്തിലെ സുപ്രധാനമായ ഒന്നാണ് ഭാഷാഭേദ ഭൂപടം. ഒരു പ്രത്യേക പദത്തിന് 4 ഭാഷാഭേദങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. അവക്ക് യഥാക്രമം വ്യക്തമായി തിരിച്ചറിയാവുന്ന രീതിയിലുള്ള മുദ്രകൾ നൽകുക. മഷി എന്ന പദത്തിന് മഴി, മസി, മഷി, മയി എന്നീ 4 ഭാഷാഭേദങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങളിട്ട് അവ രേഖപ്പെടുത്തണം. ഈ ചിഹ്നങ്ങൾ അടിസ്ഥാന ഭൂപടത്തിലെ വ്യത്യസ്ത നമ്പറുകളാൽ തിരിച്ചറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ സ്ഥാനത്ത് അടയാളപ്പെടുത്തണം. ഒരു പ്രത്യേക പദത്തിൻ്റെ ഭാഷാഭേദ ഭൂപടം ഇപ്രകാരമാണ് തയ്യാറാക്കുന്നത്. ഉദാഹരണമായി, കേരളത്തിലെ ഭാഷാഭേദങ്ങളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യമായി ഉത്തര കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം എന്നിവ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. ഈ ഭൂപടത്തിൽ ഓരോ ഭാഗത്തും നിലവിലുള്ള പദങ്ങളും അവയുടെ ഉച്ചാരണ ഭേദങ്ങളും അർത്ഥഭേദങ്ങളും അടയാളപ്പെടുത്തി പഠന വിധേയമാക്കുന്നു. ഒരു വസ്തുവിനെ കുറിച്ച് അറിയാൻ എല്ലായിടത്തും ഒരേ പദം തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഭേദങ്ങളും ഭേദമില്ലായ്മയും ഒരു പ്രത്യേക രേഖ ഉപയോഗിച്ച് ഭൂപടത്തിൽ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ഉച്ചാരണ ഭേദങ്ങൾ, അർത്ഥവ്യത്യാസങ്ങൾ എന്നിവയും അടയാളപ്പെടുത്തണം. ഈ വിധത്തിലുള്ള പഠനത്തിന് ശേഷം ഒരേ രീതിയിലുള്ള പ്രയോഗത്തെ അടിസ്ഥാനമാക്കി ഒരു രേഖാചിത്രം തയ്യാറാക്കണം. ഇത്തരം രേഖാചിത്രമാണ് സമഭാഷാംശ സീമാരേഖ. പദത്തിലും അർത്ഥത്തിലും ഉച്ചാരണത്തിലുമുള്ള വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ ഉപഭാഷയുടെ ചരിത്രം കൃത്യമായി തയ്യാറാക്കാൻ കഴിയും. ഭാഷാശാസ്ത്രത്തിലെ ഏകകാലിക ഭാഷാശാസ്ത്ര പഠനം ഇത്തരം സമീപന രീതി അവലംബിച്ചുള്ളതാണ്. ഭാഷാഭേദ ഭൂപടത്തിൽ ഒരേപോലുള്ള ഉച്ചാരണങ്ങളുടെയോ വാക്കുകളുടെയോ വ്യാകരണ പ്രത്യയങ്ങളുടെയോ അർത്ഥങ്ങളുടെയോ ഈണങ്ങളുടെയോ അതിർത്തികളായി വരയ്ക്കുന്ന ഇത്തരം സാങ്കല്പിക രേഖകളെയാണ് സമഭാഷാംശ സീമാരേഖകൾ എന്ന് വിളിക്കുന്നത്. സമഭാഷാംശ സീമാരേഖകളുടെ ഒരു സമൂഹം
ഒന്നിച്ച് കടന്നു പോകുമ്പോൾ അവിടം ഒരു അതിർത്തിയായി കൽപ്പിക്കാം. ഇങ്ങനെ നിർണയിക്കുന്ന അതിരുകൾക്കുള്ളിലെ പ്രദേശമാണ് ഭാഷാഭേദ മേഖല അല്ലെങ്കിൽ ഡയലക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.